ഒമാൻ ദേശീയ ദിനം ആഘോഷങ്ങൾക്ക് നാടൊരുങ്ങി. സുൽത്താനേറ്റ് ഓഫ് ഒമാനിന്റെ 54-ാം ദേശീയാഘോഷങ്ങൾക്ക് നാടും നഗരവും ഒരുങ്ങുന്നു. ദേശീയ പതാകയുടെ വർണ്ണങ്ങളിൽ നിറഞ്ഞും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ചിത്രങ്ങൾ പതിച്ചും രാജ്യത്താകെ ആഘോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് സ്വദേശികളും വിദേശികളും. വിവിധയിടങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ അലങ്കാര പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. പതാകാവർണ്ണങ്ങളിൽ ലൈറ്റുകളും പാതയോരങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളും പതാകാവർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേരുന്നു. വിവിധ മന്ത്രാലയങ്ങളുടെ സമീപത്തും ഇവിടേക്കുള്ള പാതകളിലുമാണ് കൂടുതൽ അലങ്കാര പ്രവൃത്തികൾ. നാടിൻ്റെ പല ഭാഗങ്ങളിലായി പാതയോരങ്ങളോട് ചേർന്ന് പൂക്കൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനാൽ പകൽ സമയത്തും സൗന്ദര്യമുള്ള കാഴ്ചകളാണ്. എന്നാൽ അലങ്കാര വസ്തുക്കളിൽ ദേശീയ ചിഹ്നങ്ങളും മറ്റും അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നതിന് മന്ത്രാലയം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളിൽ വ്യത്യസ്തവും ആകർഷകവുമായ രീതിയിൽ അലങ്കരിക്കുന്നവരുമുണ്ട്. ഇതിന് റോയൽ ഒമാൻ പോലീസ് അനുമതി നൽകുകയും മാനദണ്ഡങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളാകെ മൂടുന്ന രീതിയിലും തിരിച്ചറിയാനാകാത്ത വിധം ചിത്രപ്പണികൾ ചെയ്യാനും പാടില്ല. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പ് 5125 വോട്ടർമാർ. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. സ്കൂൾ നോട്ടീസ് ബോർഡിൽ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് ഇലക്ഷൻ കമ്മീഷൻ BOD@gmail.com വഴി പരാതികൾ സമർപ്പിക്കാൻ കഴിയുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിനുള്ള വെബ്സൈറ്റും പ്രവർത്തന സജ്ജമാണ്. പാരന്റ് ID-യുടെ സഹായത്തോടെ വോട്ട് ചെയ്യാനുള്ള യോഗ്യത രക്ഷിതാക്കൾക്ക് പരിശോധിക്കാനാകും. നാമനിർദ്ദേശ പത്രികയ്ക്കുള്ള ഫോം വിതരണം ഇന്ന് ആരംഭിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ആവശ്യമായ യോഗ്യതകളും മാർഗനിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് നിയമാവലിയിൽ ഉണ്ട്. നവംബർ 21 മുതൽ പത്രിക സ്വീകരിച്ചു തുടങ്ങും. ഡിസംബർ 7 ഉച്ചയ്ക്ക് 1 മണി വരെ പത്രിക സ്വീകരിക്കും. ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാവുന്നതാണ്. ഡിസംബർ 14 നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. ഡിസംബർ 26 ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഡിസംബർ 27 പുറത്തുവിടും. ജനുവരി 11 മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഹാളിലാണ് തിരഞ്ഞെടുപ്പ്. കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് വോട്ടിംഗ് സമയം. അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടക്കും. സ്കൂൾ ബോർഡിലേക്ക് 5 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. മൊത്തം 11 അംഗങ്ങളാണ് ഡയറക്ടർ ബോർഡിലുണ്ടാകുക. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാമെങ്കിലും എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നതിൽ നിന്നും വിട്ടുനിൽക്കണം. ഒമാനിലെ വിമാനയാത്രികരിൽ 1ാമത് ഇന്ത്യക്കാർ. ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം സെപ്റ്റംബറിൽ യാത്രക്കാരിൽ 4.7% വർധന രേഖപ്പെടുത്തി. ഈ വർഷം സെപ്റ്റംബർ അവസാനത്തോടെ 9,76,4530 പേർ വിമാനത്താവളം വഴി യാത്ര നടത്തിയതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്ര കണക്കുകൾ വ്യക്തമാക്കി. ഇക്കാലയളവിൽ വിമാന സർവീസുകളും വർദ്ധിച്ചു. അതേസമയം യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാരാണ് 1ാമത്. 1,49,561 ഇന്ത്യൻ പൗരന്മാർ ഇക്കാലയളവിൽ യാത്ര ചെയ്തു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പൗരന്മാരാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യക്ക് തൊട്ടു പിന്നിലുള്ളതെന്നും ദേശീയ സ്ഥിതിവിവര കേന്ദ്രം കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒമാനിലെ ആഭ്യന്തര യാത്രക്കാരിലും വിമാന സർവീസുകളിലും വർധനവുണ്ടായി. ഒമാൻ വാർത്തകൾ യൂട്യൂബിൽ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.